വെൽക്കം ബാക്ക് ടു മോർണിംഗ് വാക്ക്. നമ്മുടെ വൈഷ്ണ ബാഹുലയും പറയുന്നുണ്ട്, നമ്മൾ സമയം പറയുന്നില്ല, സമയം അനുസരിച്ചാണ് അവരവരുടെ തൊഴിലൊക്കെ ക്രമീകരിക്കുന്നത്. അപ്പോൾ 6 മണി കഴിഞ്ഞ് 32 മിനിറ്റാണ് അതും പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ഉള്ളത് മോർണിംഗ് വാക്കിനായിട്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ചിറ്റിലപ്പള്ളി സ്ക്വയറിലാണ്. നേരത്തെ പ്രേക്ഷകർക്ക് അറിയാം, പുതുതായി വന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. കാക്കനാടാണ് ഇതിന്റെ സ്ഥലം. നമ്മളിപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഈ വെൽനസ് പാർക്കിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെയാണ് ഒരുപാട് സൗകര്യങ്ങൾ, പ്രധാനപ്പെട്ട വ്യായാമത്തിനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻ, എൻട്രി പാസ് എടുത്ത ശേഷം നമ്മൾ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ആദ്യ മേഖലയാണ് ഇതല്ലേ. ഇതൊരു ഓപ്പൺ ജിമ്മാണ്. ഇവിടെ എങ്ങനെയാണ് എത്തുന്നതെന്ന് നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിച്ചിരുന്നു. എറണാകുളത്ത് വന്നതിന് ശേഷം കാക്കനാട് വരിക, കാക്കനാട് ചിറ്റിലപ്പള്ളി സ്ക്വയർ. അപ്പോൾ ഇവിടെ ഒരു പബ്ലിക് ജിം ഒക്കെ ഉണ്ട്. ഒരു പബ്ലിക് ജിം ഉണ്ട്, ഒരു ഓപ്പൺ ജിം ഉണ്ട്. അവിടെ വ്യായാമമൊക്കെ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ കാണാം. അപ്പം അതിന് മുമ്പ് വാർത്തയിലേക്ക് ഒന്ന് കയറാം. നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ കൂടുതൽ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. കൊല്ലം ആര്യങ്കാവിലെ ആ അപകട വാർത്തയിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. അതെ, സേലം സ്വദേശി ഗാനപാലാണ് മരിച്ചത്. 28 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. MG പ്രതീഷാണ് കൊല്ലത്ത് നിന്ന് വാർത്തയുമായി ചേരുന്നത്. പ്രതീഷ്, മുൻപ് പറഞ്ഞതിൽ നിന്ന് കൂടുതലായ വിവരങ്ങൾ ലഭ്യമാണോ? അപകട സ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളും നമുക്കിപ്പോൾ ലഭ്യമായി കാണുമല്ലോ. ക്രിസ്റ്റീന, വലിയ അപകടം തന്നെയാണ് ഈ കൊല്ലം ആര്യങ്കാവിൽ നടന്നിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ 4 മണിയോട് കൂടിയാണ് അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സും ഈ ലോറിയും കൂട്ടിയിടിച്ചത്. ഈ അമിത വേഗതയിലെത്തിയ ലോറി അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന ബസ്സിലേക്ക് വന്ന് ഇടിക്കുകയായിരുന്നു എന്നതാണ് ദൃക്സാക്ഷികൾ പറയുന്ന കാര്യം. ഇതിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്. സേലം സ്വദേശിയായ ധനപാലാണ് മരണപ്പെട്ടത്. 28 പേർക്ക് പരിക്കുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ 4 പേരുടെ നില ഗുരുതരമാണ്. ഈ പരിക്കേറ്റവരെ ആദ്യഘട്ടത്തിൽ ഈ കൊല്ലം പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത്. ഇവിടെ നിന്ന് നിലവിൽ 2 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ബാക്കിയുള്ളവർക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട്. ഈ നാട്ടുകാരും ഒപ്പം പോലീസുമാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത്. ഈ ബസിന്റെ പല ഭാഗങ്ങളും പൊളിച്ചു മാറ്റിയാണ് ഈ കുടുങ്ങിക്കിടന്ന അയ്യപ്പ ഭക്തരെ പുറത്തെടുക്കാനായത്. ഏറെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇവരെ പുറത്തെടുക്കാനായത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ലോറിയുടെ മുൻവശം പൂർണ്ണമായും തകർന്നു. അതുപോലെ തന്നെ ഈ ബസ്സും പൂർണ്ണമായും ഒരു തകർന്ന അവസ്ഥയിലാണ്. അത്രത്തോളം വലിയ ആഘാതമാണ് ഉണ്ടായത്. കാരണം അമിത വേഗതയിലായിരുന്നു എന്നതാണ് ഈ ലോറി എന്നതാണ് പ്രധാനമായും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ അപകടത്തിന്റെ തീവ്രത അത്രത്തോളം വർദ്ധിച്ചത്. ഈ അയ്യപ്പ ഭക്തന്മാരെല്ലാം തന്നെ ഉറങ്ങുന്ന സമയമായിരുന്നു. അപ്രതീക്ഷിതമായാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകുന്നത്. ഈ ലോറി ഡ്രൈവർ ഉറങ്ങിയതാണോ ഈ അപകടത്തിന് കാരണമെന്നത് പോലീസും മോട്ടോർ വാഹന വകുപ്പും ഇനി പരിശോധിക്കും. നിലവിൽ ഈ ആശുപത്രിയിലുള്ളവർക്ക് പ്രാഥമിക ചികിത്സ നൽകുക, അല്ലെങ്കിൽ പ്രധാനമായും അതാണ് ഇപ്പോൾ പ്രഥമ പരിഗണന നൽകുന്നത്. പരിക്കേറ്റവരെ വിദഗ്ധ ചികിത്സയ്ക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. നിലവിൽ ഒരാളുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അത് സേലം സ്വദേശി ധനപാലാണ്. ഈ പ്രതീഷ് തുടരുക. ഇപ്പോൾ സിബി എന്ന് പറയുന്ന അവിടുത്തെ പ്രാദേശിക CPM നേതാവ് നമ്മുടെ ടെലിഫോൺ ലൈനിലുണ്ട്. ഈ അപകടത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാം. സിബി, ഈ അപകടം നടന്ന സമയത്ത് അല്ലെങ്കിൽ ആദ്യമായി അവിടെ എത്തിയ ആൾക്കാരോടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? ഒരു വലിയ അപകടം നടന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ. തീർച്ചയായും വലിയൊരു അപകടമാണ് സംഭവിച്ചത്. ഒരു 50 താഴ്ചയിലേക്കാണ് ഈ ബസ്സിനെ ഈ ലോറി ഇടിച്ച് കളഞ്ഞത് എന്ന് പറയാൻ. തമിഴ്നാട്ടിൽ പാറപ്പൊടി കയറ്റി വന്ന വണ്ടിയാണ് ഈ ലോറി. സ്വാഭാവികമായിട്ട് ഈ പല പ്രാവശ്യം ഈ ലോറികൾ ഈ ആക്സിഡന്റ് പെട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ലോറികളാണ് ആക്സിഡന്റ് പെട്ടിരിക്കുന്നത്. അത് കൃത്യമായ ന്യൂട്രലടിച്ച് വരുന്നതായിട്ട് ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ തന്നെ വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2 പേർക്ക് വളരെ സീരിയസ് ആണ്. ഒരാൾ മരണപ്പെട്ടു എന്നറിഞ്ഞു. ഞങ്ങൾ ആ സമയത്തുണ്ടായിരുന്നു ഇവിടെ. വളരെ കൃത്യമായും നാട്ടുകാരടക്കം ഇടപെട്ടു. പോലീസ്, ആംബുലൻസ് സംവിധാനം എല്ലാം ആ സമയത്ത് എത്തിയിരുന്നു. പിന്നെ എല്ലാവരെയും ഈ സംഭവിച്ചോടെ തന്നെ ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ റിക്കവർ ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നാട്ടുകാർ തന്നെയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് അല്ലെ എന്നാണ് സിബി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയൊരു അപകടം നടന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പെട്ടെന്ന് തന്നെ നാട്ടുകാർ ഉണ്ടെന്ന് പ്രവർത്തിച്ചു. അവരെ രക്ഷപ്പെടുത്തി പരമാവധി ആൾക്കാരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ പെട്ടെന്ന് തന്നെ സാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ പ്രേക്ഷകരും ഹാജരാണ്. ഇതാണ് ഇവിടുത്തെ പബ്ലിക് ജിം. ഈ പബ്ലിക് ജിമ്മിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള വ്യായാമത്തിനുള്ള സൗകര്യങ്ങളുണ്ട്. നമ്മുടെ കൈക്കും കാലിനും. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ സാധാരണ ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ കൈക്ക് എക്സർസൈസ് കിട്ടുന്നതിനുള്ള സാധനങ്ങളുണ്ട്. ഇങ്ങനെ ഒരുപാട്
ഐറ്റംസ് ഉണ്ട്, ഐറ്റംസ്, എക്യുപ്മെന്റ്സ് എന്നാണോ, ടൂൾസ് എന്നാണോ, എന്താണ് പറയുന്നത്? ഓരോന്നും ഇവിടെ കൃത്യമായിട്ട് Gym പറയുന്നുണ്ട് അല്ലേ, equipments, എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് ഓരോന്നും ചെയ്യുന്നത്. എൻഹാൻസ് ദ മസിൽ സ്ട്രെങ്ത് ഓഫ് ഷോൾഡേഴ്സ് ആൻഡ് ബാക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് ഓരോരോ ഐറ്റംസ് ഉണ്ട് ഇവിടെ ചെയ്യാനായിട്ട്. അതൊക്കെ എന്താണ്, കൃത്യമായി ആ ഏതിനാണ്? സ്ക്രീനിൽ കാണാം. സ്ക്രീനിൽ കണ്ട് ഇവിടെ വരുന്നവർക്ക് അത് ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ ഓക്കെ. നമ്മുടെ ഒരു ചേട്ടനുണ്ട്. ചേട്ടാ നമസ്കാരം. എല്ലാ ദിവസവും എല്ലാ ദിവസവും വരാറുണ്ട്. ഓക്കെയാണ് ഇവിടെ. ഷുവർ. മഴ വന്നെന്ത് ചെയ്യും? മഴ വന്ന് അതിൻ്റെ ഇവിടെ നടക്കുമ്പോൾ പിന്നെ അവിടെ ഷെൽട്ടർ ഉണ്ട്, റൂഫ് ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നടക്കട്ടെ. ഇപ്പോൾ മഴയാണെങ്കിൽ പോലും വ്യായാമം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. വളരെ ആക്റ്റീവായിട്ട് വ്യായാമം ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് രാവിലെ? ഇറ്റ്സ് ഗുഡ്. അപ്പോൾ എല്ലാവരും വളരെ ആക്റ്റീവാണ്, സജീവമാണ്. ഇവിടെ ഇതിൻ്റെ പബ്ലിക് ജിമ്മാണിത്. നമ്മുടെ പ്രേക്ഷകരും പറയുന്നുണ്ട് ഈ ഒരു മോർണിംഗ് വാക്ക് ഒക്കെ കാണുമ്പോൾ അവരും ദിവസം മുഴുവൻ എനർജറ്റിക് ആണെന്ന് പറയുന്നുണ്ട്. രാകേഷ് കുമാറാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സന്തോഷം. ആശാ വി, രമേശ്, ആതിര സുജിത്ത്, റീന സതീശൻ, സജീവ് ശ്രീരാഗ്, ഇവരൊക്കെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് വാർത്തയിലേക്ക് നമ്മളിപ്പോ എത്തിയിരിക്കുന്നത് ഒരു പ്രത്യേക ട്രാക്കിലാണ് കണ്ടോ. സൈക്ലിംഗ് ട്രാക്ക് ഉണ്ട്, അതുപോലെ ജോഗിംഗ് ട്രാക്ക് ഉണ്ട്. അപ്പൊ അതിനായുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ആ ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞു. നമ്മൾ നടന്നുകൊണ്ട് അടുത്ത വാർത്തയിലേക്ക് പോകുന്നു. അപ്പോൾ കമന്റ് ബോക്സിൽ ഒരുപാട് പേര് കമന്റുകളെ കുറിച്ച് നമ്മൾ പറയുന്നതായിരിക്കും. അതിനു മുമ്പ് ഈ വാർത്ത കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് വന്ന ആ ഒരു വാർത്തയിലേക്ക്, അതിന്റെ അപ്ഡേറ്റിലേക്ക്. തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് കുഞ്ഞിനെ ഉപദ്രവിച്ച സംഭവത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കിയിരിക്കുകയാണ് CWC. നിലവിൽ കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ ആയമാർക്കും കൗൺസിലിംഗ് നൽകാനുള്ള തീരുമാനം അവർ എടുത്തിട്ടുണ്ട്. ഇവരുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്താൻ ഇടവേളകളിൽ കൗൺസിലിംഗും പരിശീലനവും നൽകാനാണ് ഇപ്പോഴത്തെ ആലോചന. പുതിയ തൊഴിലാളികളെ ജോലിക്കെടുക്കുമ്പോൾ അവരുടെ കുടുംബ പശ്ചാത്തലവും പരിശോധിക്കും. കേസിൽ അറസ്റ്റിലായ 3 പ്രതികളും റിമാൻഡിലാണ്. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ അന്വേഷിച്ച് മറുപടി നൽകണമെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർക്കും ശിശു സംരക്ഷണ സമിതിക്കും നൽകിയിരിക്കുന്ന നിർദ്ദേശം. തീരെ ചെറിയ കുഞ്ഞുങ്ങളോട് ഇത്രയും പ്രാകൃതമായി പെരുമാറുക എന്ന് പറയുന്നത് വളരെ മോശമായ കാര്യമാണ്. അപ്പോൾ തീർച്ചയായും അവർക്ക് അതിന് വേണ്ട അവബോധവും കൗൺസിലിങ്ങും നമുക്കറിയില്ല ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഏത് സാഹചര്യത്തിൽ വന്നിട്ടാണ്. പക്ഷെ എന്നാലും ചെറിയ കുഞ്ഞുങ്ങളോടൊക്കെ എങ്ങനെ ചെയ്യാൻ തോന്നുന്നു എന്ന് പറയുന്നത് ഒരു അതാണ് നമ്മൾ ഇന്നലെ വാർത്ത വന്നപ്പോൾ തന്നെ ആ ഒരു ഞെട്ടൽ നമുക്കുണ്ടായതാണ്. അതെനിക്ക് തോന്നുന്നു കേരളത്തിന്റെ പൊതുസമൂഹത്തിനും ആ ഞെട്ടൽ ഉണ്ട്. എന്തായാലും അതിൽ നടപടികളിലേക്ക് ഇപ്പോൾ CWC കടക്കുന്നുണ്ട്. അതിൽ ഇന്നലെ 3 ആയമാരെ അറസ്റ്റ് ചെയ്താണ്. അവർക്ക് പോക്സോ കേസ് അടക്കം ചുമത്തിയിട്ടുമുണ്ട്. പോലീസ് ആ ഘട്ടത്തിൽ ആ രീതിയിലുള്ള നടപടികളോടെ മുന്നോട്ട് പോകുന്നു. ഇനി CWC എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതെ. അപ്പോൾ നമ്മൾ നടന്ന് നോക്കിയത് ഇതാണ് നേരത്തെ പറഞ്ഞത്. പ്രൂഫുണ്ട്, അതുകൊണ്ട് മഴ വന്നാലും നടത്തം മുടങ്ങില്ല. അത് ഗംഭീരമായിട്ട് തന്നെ നടക്കും. അപ്പം അങ്ങ് ആ രീതിയിലുള്ള ഒരു ഫെസിലിറ്റീസാണ് ഒരുക്കിയിരിക്കുന്നത്. അത് നമ്മുടെ ഇടതുഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ബാസ്കറ്റ്ബോൾ കോർട്ടുണ്ട്. വളരെ രസകരമായി ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ചുറ്റും ഈ പറഞ്ഞൊരു ട്രാക്ക് ഉണ്ട്, ഒരു വാക്ക് ട്രാക്ക് ഉണ്ടല്ലേ. ഇതെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ പ്രാക്ടീസിനുള്ള സൗകര്യമുണ്ട്, ടർഫുകളുണ്ട്. അങ്ങനെ ഓരോ ഇടത്തും ഓരോ സൗകര്യങ്ങൾ. ഇവിടെ എവിടെയോ ഒരു ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ടായിരുന്നു. കാരണം കൊച്ചിയിൽ വന്ന ശേഷം നമുക്ക് അപൂർവമായിട്ടാണ് ബട്ടർഫ്ലൈസിനെ കാണാൻ സാധിക്കുക. നമുക്ക് ആ ബട്ടർഫ്ലൈ പാർക്കിലേക്കൊക്കെ ഒന്ന് പോകണം. പ്രധാനമായും അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതെ. മറ്റൊരു വാർത്തയിലേക്ക് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് അല്ലെ. നമ്മുടെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 2 ഇടങ്ങൾ അല്ലെ. ഒന്ന് ഈ പറയുന്ന പോലെ ചേലക്കരയും മറ്റൊന്ന് പാലക്കാടും. ഒരുപാട് വലിയ ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ, അല്ലെങ്കിൽ സാധാരണ ഒരു തെരഞ്ഞെടുപ്പ് പോലെ തന്നെ കൊട്ടിഘോഷി നടന്നൊരു ഉപതെരഞ്ഞെടുപ്പാണ്. രാഷ്ട്രീയമായൊക്കെ ഒരുപാട് ചർച്ചയായ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതിന്റെ ഫലമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അതിന് ശേഷം എന്താണ്? തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർക്ക് സഭയിലേക്ക് എത്തണം. അവർക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും വേണം അല്ലെ. ഒരാൾ രണ്ടാമതും മറ്റേയാൾ ആദ്യമായുമാണ് നിയമസഭയിലേക്ക് എത്തുന്നത്. അപ്പോൾ നിയുക്ത MLA-മാരായ UR പ്രദീപും രാഹുൽ മാങ്കൂട്ടത്തിലും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഉച്ചയ്ക്ക് 12 മണിക്ക് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിലാണ് സത്യപ്രതിജ്ഞ. സ്പീക്കർ AN ഷംസീറാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. ഇത് 2ാം തവണയാണ് ചേലക്കര മണ്ഡലത്തിൽ നിന്ന് UR പ്രദീപ് നിയമസഭയിൽ എത്തുന്നത്. പാലക്കാടിന്റെ ജനപ്രതിനിധിയായി ആദ്യമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്താൻ പോകുന്നത് എന്ന പ്രത്യേകത. അതെ. മഹാരാഷ്ട്രയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കാര്യങ്ങൾക്കൊന്നും ഒരു കൃത്യത വരുന്നില്ല. ദിവസങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ഷിൻഡെ ഇപ്പോഴും ഇടഞ്ഞു നിൽക്കുകയാണെന്ന് തന്നെയാണ് പറയുന്നത്. ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ട് വരുന്നത്. പക്ഷേ ചില ഉപാധികൾ ഷിൻഡെ മുന്നോട്ട് വെച്ചതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്ന് മനസ്സിലാക്കുന്നു. നമുക്ക് ആ ഫട്നാവിസ് വരുമോ ഇല്ലയോ എന്നതിൽ സസ്പെൻസ് ഇന്ന് അവസാനിക്കും. BJP നിയമസഭാ കക്ഷി യോഗം ഇന്ന് രാവിലെ 11 ചേരും. കക്ഷി നേതാവായി ദേവേന്ദ്ര ഫട്നാവിസിനെ തന്നെ തെരഞ്ഞെടുക്കുമെന്നാണ് സൂചന. BJP കേന്ദ്ര നേതൃത്വം അയച്ച നിരീക്ഷകരുടെ സാന്നിധ്യത്തിലാണ് യോഗം.
ഏക്നാഥ് ഷിൻഡെയെ അണിനയിപ്പിക്കാൻ ദേവേന്ദ്ര ഫട്നാവിസ് ഇന്നലെ രാത്രി മുഖ്യമന്ത്രിയുടെ ബംഗ്ലാവിൽ നേരിട്ടെത്തിയിരുന്നു. മന്ത്രിസഭയിൽ ചേരണോ എന്ന കാര്യത്തിൽ ഷിൻഡെ വൈകാതെ തീരുമാനമെടുക്കുമെന്നാണ് ശിവസേന നേതാക്കളുടെ പ്രതികരണം. വകുപ്പ് വിഭജനത്തിലടക്കം ഇതുവരെ തർക്കം തീർന്നിട്ടില്ല. അതാണ് ഒരു കീറാമുട്ടിയായി നിൽക്കുന്നത്. നാളെ വൈകിട്ട് 5 മണിക്ക് മുംബൈയിലെ ആസാദ് മൈതാനിൽ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖർ ചടങ്ങിന് എത്തും എന്ന് പറയുമ്പോൾ അത് വലിയ ആഘോഷമായിട്ടായിരിക്കും എന്തായാലും നടക്കുക. പക്ഷേ അതിനൊക്കെ മുമ്പ് ഏക്നാഥ് ഷിൻഡെയെ അനുനയിപ്പിക്കേണ്ടത് കാര്യം കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് ഇടവേളയ്ക്കുള്ള സമയമായി. സമയം 6 മണി കഴിഞ്ഞ് 42 മിനിറ്റായി. അതെ, ചെറുതായിട്ടൊരു ചാറ്റൽ മഴയുണ്ട്. കമന്റ്സുമായിട്ടൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ആൽഫ പറയുന്നുണ്ട്, വീട്ടമ്മമാർ അടുക്കളയിൽ ജോലി ഓടിക്കൊണ്ടിരിക്കുകയാ, ഒരിടത്ത് കുക്കർ വിസിലടി, അടുത്ത് തന്നെ കട്ടൻ, പിന്നെ ഫോണിൽ കുത്തിക്കുറിക്കൽ, തിരക്കോടെ തിരക്കല്ലേ എന്ന് ചോദിക്കുന്നു. ബീന ജയ്, ഹായ് ക്രിസ്റ്റി, പ്രജിൻ, ഗുഡ് മോർണിംഗ്. എം സമീർ വലിയ നടന്നുകൊണ്ട് വായിക്കാൻ ചെറിയ അക്ഷരമായതുകൊണ്ട് എനിക്ക് പ്രായമായതുകൊണ്ട് കണ്ണൊന്നും പിടിക്കുന്നില്ല. അപ്പോൾ ശ്രീദേവി, കൃഷ്ണകുമാർ, മുഹമ്മദ് റസ്ലം, ആതിര, സുജിത്, കുമാർ, ഷിഫു, ജോമോൻ, റീന സതീശൻ, അഗെയിൻ സ്റ്റാമ്പർ, അഷാവി, മുഹമ്മദ് അസ്ലം, ഇവരുടെയൊക്കെ മെസ്സേജ് കാണുന്നുണ്ട്. ഒരു പണിയും ആയിട്ടില്ല ബീനാജിക്ക്. അപ്പൊ വേഗം ഷട്ടപ്പടേ പണി ചെയ്തു. സ്പീക്കർ പാട്ട് കേൾക്കാനുള്ള അതുകൊണ്ട് കണ്ടോ, നമുക്ക് ഇതൊക്കെ കേട്ടുകൊണ്ട് നടക്കാം. മ്യൂസിക് ഒക്കെ ഉണ്ട് ഒരുക്കിയിട്ട്. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ മോർണിംഗ് വാക്കിങ്ങിനെ തുടരുകയാണ്. നമ്മളുള്ളത് ചിറ്റിലപ്പള്ളി സ്ക്വയറിലാണ്. നടന്ന് നമ്മൾ ഒരു സ്ഥലത്ത് ഇരുന്നിട്ടുണ്ട് ഇപ്പോൾ, അല്ലേ? ഗോ സ്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്ലോ ആയിട്ട് വന്ന് ഇരുന്നതാണ്. നമ്മള് പന്തളം നഗരസഭ BJP ഇനി ഭരിക്കുമോ എന്നത് സംബന്ധിച്ചൊരു ആശയക്കുഴപ്പം തുടരുകയാണ്. ഇന്നലെ ചെയർപേഴ്സൺ സുശീല സന്തോഷും ഡെപ്യൂട്ടി ചെയർപേഴ്സൺ U രമ്യയും രാജിവെച്ചിരുന്നു. എന്നാൽ ഈ അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനിരിക്കെയുള്ള രാജി, അതിന് പിന്നിൽ ഒരു നാടകമാണോ എന്നൊക്കെയുള്ള ചില സന്ദേഹങ്ങളുമുണ്ട്. നമുക്ക് ശ്യാംകുമാറിനോട് ചോദിച്ചു നോക്കാം എന്താണ് സംഭവിക്കുന്നത് അവിടെ എന്നുള്ളത്. ശ്യാം, ഗുഡ് മോർണിംഗ്. അപ്പോൾ പന്തളത്ത് നഗരസഭയിൽ സംഭവിക്കുന്നത് എന്താണ്? ഈ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്ന തൊട്ട് മുൻപുള്ള ഈ രാജി, പ്രധാന സ്ഥാനങ്ങളിലെ രാജി, അതൊരു രാഷ്ട്രീയ നീക്കമാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ബലപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് പന്തളത്ത് ഇന്ന് സംഭവിക്കാൻ സാധ്യത, ശ്യാം? ഗുഡ് മോർണിംഗ്. പന്തളത്ത് ഇന്ന് അവിശ്വാസ പ്രമേയ ചർച്ച നടക്കില്ല എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആർക്കെതിരെയാണോ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നത് അവർ രണ്ടുപേരും രാജിവെച്ച് കഴിഞ്ഞു. സ്വാഭാവികമായും ഇനി അതിൻ്റെ നടപടിക്രമങ്ങൾ, ഇത്തരത്തിലൊരു നോട്ടീസ് ലഭിച്ചു, പക്ഷേ നോട്ടീസ് ലഭിച്ചവർ രാജിവെച്ചുവെന്ന് നഗരസഭാ സെക്രട്ടറി കൗൺസിൽ യോഗത്തെ അറിയിക്കുക എന്നുള്ള ഒരു നടപടിക്രമമാണ് ഇനി അവശേഷിക്കുന്നത്. അതുമാത്രമാകും നടക്കുക. അതുകൊണ്ട് തന്നെ നോട്ടീസ് നൽകിയ പ്രതിപക്ഷവും കൗൺസിലിൽ എത്തുമോ എന്നത് പോലും സംശയമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു രാഷ്ട്രീയ നീക്കമാണോ എന്നുള്ളത് ഉറപ്പാണ്. കാരണം കേരളത്തിൽ പാലക്കാടിന് പുറമെ BJP ഭരിക്കുന്ന ഒരേയൊരു നഗരസഭയാണ് പന്തളം. അത് വലിയ സംസ്ഥാന തലത്തിൽ പോലും ഒരു ആഘോഷമാക്കിയ കാര്യമാണ്. പക്ഷേ അവിടെ ഒരവിശ്വാസം കൊണ്ടുവന്നാൽ ഭരണം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ പാർട്ടി തന്നെ നിർദ്ദേശിച്ചിട്ട് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും രാജിവെച്ചു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അത് വീണ്ടും വിമതരെയൊക്കെ അനുനയിപ്പിച്ച് കൂടെ നിർത്തി ഭരണം തിരികെ പിടിക്കാം എന്നുള്ളൊരു കണക്കുകൂട്ടലിലാണ് BJPയുടെ ജില്ലാ നേതൃത്വം അത്തരമൊരു നീക്കത്തിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളതും വ്യക്തമാണ്. അവിശ്വാസം വന്നിരുന്നെങ്കിൽ ഇടഞ്ഞു നിന്ന പ്രഭ ഉൾപ്പെടെയുള്ള BJPയുടെ 3 കൗൺസിലർമാരും എതിർത്ത് വോട്ട് ചെയ്യും, പ്രതിപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്യും. അങ്ങനെയെങ്കിൽ അത് 18 വോട്ടുകൾ അവിശ്വാസത്തിന് അനുകൂലമായും BJPയുടെ നിലവിലെ 3 പേർ മാറിക്കഴിയുമ്പോൾ 15 പേർ എതിർത്തുമുള്ള വോട്ട് വരും. ഇനിയും മറ്റാരെങ്കിലും മറുകണ്ഠം ചാടുമോ എന്നുള്ളൊരു പേടി കൂടി BJPക്ക് ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യം ഒഴിവാക്കാനാണ് ചെയർപേഴ്സണെയും വൈസ് ചെയർപേഴ്സണെയും രാജിവെപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അത് പാർട്ടി ആവശ്യപ്പെട്ട പ്രകാരം തന്നെയാണ് എന്നുള്ളത് ഇന്നലെ രാജിവെച്ച ചെയർപേഴ്സൺ സുശീല സന്തോഷ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് പാർട്ടിക്കുള്ളിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. 2 സ്ഥാനങ്ങളിലും തിരിച്ച് BJP തന്നെ വരണം, എങ്കിൽ ഈ വിമതന്മാരുടെ പിന്തുണ വേണം, അവരെ അനുനയിപ്പിക്കാനുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ശ്യാംകുമാറാണ് വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ചേർന്നത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ സുലൈമാൻ അബ്ദുൽ ഖാദർ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു. അഭിഷേകാർ എൻ്റെ കമന്റ് ഒന്ന് വായിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. മലബാർ വാലി പറയുന്നു, കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളിയെ കുറിച്ച് ഈ വെൽനസ് പാർക്കിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒന്ന് പരാമർശിക്കും. തീർച്ചയായും വോൾട്ടേജ് ഗാർഡ് എന്ന V ഗാർഡ് ആരംഭിച്ച ഒരു സ്കൂട്ടറിൽ ഒരു വിൽപ്പന ആരംഭിച്ച് ബിസിനസ് ആരംഭിച്ച് ഇന്ന് ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങളുടെ തലപ്പത്തിരിക്കുന്നവരാണ്. ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു ആശയമാണ്. തീർച്ചയായിട്ടും മാത്രമല്ല നമ്മൾ 24 കണക്റ്റിനെ കുറിച്ചും പറയണം. അപ്പം 24 കണക്റ്റും ഈ K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് ഒരുപാട് പദ്ധതികൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 100 വീടുകളുടെ 100 ചിലപ്പോൾ 1000 ആകും. 1000 വീടുകൾ നിർമ്മിച്ച് നൽകാനുള്ള ഒരു സുമനസ്, അതുപോലെ നിരവധി പേരെ സഹായിക്കാനുള്ള ഒരു സുമനസ് വേണം. അപ്പോൾ ഇത് എവിടെയാണ് കൊച്ചിയിലും ചോദിക്കുന്നത്? കൊച്ചിയിൽ കാക്കനാടാണ്.
നമ്മുടെ ഓഫീസ് തൊട്ടടുത്താണെന്ന് പറയാം അല്ലേ, വളരെ തൊട്ടടുത്താണ്. നമ്മുടെ 24-ന്റെ സ്റ്റുഡിയോയ്ക്ക് അടുത്താണ് ഈ പറയുന്ന ചിറ്റലപ്പള്ളി സ്ക്വയർ ഉള്ളത്. വിജയൻ ചോദിക്കുന്നു, ഒരു ചായ തന്നാൽ കുടിക്കുമോ? പിന്നെന്താ ചായ? SKN വഴക്ക് പറയാം. SKN ഒന്നും വഴക്ക് പറയല്ല, ചായയൊക്കെ ധൈര്യമായിട്ട് തന്നോ, കുഴപ്പമില്ല. യെസ്, നമുക്ക് അടുത്തൊരു വാർത്തയുടെ കൂട്ടത്തിൽ കൂടുതൽ കമന്റുകളിലേക്ക് വരാം. നമുക്കൊരു അന്താരാഷ്ട്ര വാർത്തയിലേക്കാണ്. പട്ടാള നിയമം പിൻവലിച്ച് ദക്ഷിണ കൊറിയ എന്നൊരു വാർത്ത. അത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. രാത്രി പ്രഖ്യാപിച്ച നിയമം കടുത്ത പ്രതിഷേധങ്ങളെ തുടർന്ന് പുലരും മുൻപേ പ്രസിഡന്റ് യൂൺ സുഖിയോൾ പിൻവലിക്കുകയായിരുന്നു എന്നൊരു വാർത്ത കൂടിയുണ്ട്. പട്ടാള നിയമത്തിനെതിരെ പാർലമെന്റ് ഒറ്റക്കെട്ടായി വോട്ട് ചെയ്തതിനെ തുടർന്നാണ് ഈ തീരുമാനമുണ്ടായത്. പാർലമെന്റിന് പുറത്തേക്കും പ്രതിഷേധം വ്യാപിച്ചു. ജനാധിപത്യം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി ആയിരങ്ങൾ പാർലമെന്റ് വളഞ്ഞു. വിദ്യാർത്ഥികളടക്കം പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. ഭരണപക്ഷമായ പീപ്പിൾസ് പവർ പാർട്ടിയിലെ നേതാക്കൾ തന്നെ തീരുമാനം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു. ഉത്തര കൊറിയയോട് അനുഭാവം പുലർത്തുന്ന പ്രതിപക്ഷം പാർലമെന്റ് നിയന്ത്രിക്കുന്നുവെന്ന് ആരോപിച്ചാണ് പ്രസിഡന്റ് യൂൺ സൂക് യോൾ പട്ടാള നിയമം പ്രഖ്യാപിച്ചത്. ഇന്നലെ രാത്രി ദേശീയ ടെലിവിഷനിലൂടെയാണ് പ്രഖ്യാപനം നടത്തിയത്. 1980 ശേഷം ഇതാദ്യമായാണ് ദക്ഷിണ കൊറിയയിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ചത്. യെസ്, അപ്പൊ അതാണ് ക്രിസ്ത്യൻ ചേച്ചി വീണ്ടും ഒരു അപകട വാർത്ത വരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള ബാക്ക് ടു ബാക്ക് ആക്സിഡന്റ് വാർത്തകളാണ്. അത് വയനാട് വൈത്തിരിയിൽ ടൂറിസ്റ്റ് ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞൊരു അപകടം ഉണ്ടായിട്ടുണ്ട്. 11 പേർക്ക് പരിക്കേറ്റു എന്നാണ് അറിയാൻ കഴിയുന്നത്. പുലർച്ചെ 3:30 ബസ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ബസ് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. കർണാടകയിലെ കുശാൽ നഗറിൽ നിന്നുള്ള ബസ്സാണ് മറിഞ്ഞത്. സുർജിത്ത് അയ്യപ്പത്തുണ്ട് വിശദാംശങ്ങളുമായി. സുർജിത്തെ, ഈ കുശാൽ നഗറിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോയിരുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ അപകടത്തിൽ പെട്ടുവെന്ന് മനസ്സിലാക്കുന്നു. 11 പേർക്ക് പരിക്കെന്നാണ് മനസ്സിലാക്കുന്നത്. എവിടെയാണ് ഈ പരിക്കേറ്റവർ? എന്താണ് ഏറ്റവും പുതിയ വിവരം? പ്രജിൻ, ക്രിസ്റ്റീന, ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടിയാണ് വയനാട് ലക്കിടിയിൽ ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ടൂറിസ്റ്റ് ബസ് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പരിക്കേറ്റവരെല്ലാം തന്നെ വൈത്തിരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 11 പേർക്കാണ് നിസ്സാര പരിക്കാണ് ഏറ്റിട്ടുള്ളത്. കർണാടക മൈസൂർ ജില്ലയിലെ KPS ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ബസ്സിലുണ്ടായിരുന്നത്. ഇന്ന് 3:30 ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ബസ് താഴ്ചയിലേക്കാണ് മറിഞ്ഞത്. ഉടൻ തന്നെ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും എല്ലാം ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. ഉടൻ തന്നെ അവരെ മാറ്റി. ബസ് മറിഞ്ഞ ശേഷം അത് നിൽക്കുകയായിരുന്നു. ആ തരത്തിലാണ് പറയപ്പെടുന്നത്. എന്തായാലും അത്ഭുതകരമാണ് രക്ഷപ്പെടൽ. ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പരിക്കുകളില്ല. ഇവരെല്ലാം തന്നെ പോയിരുന്നത് ഗുരുവായൂരിലേക്കാണ്. അവിടെ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകാനായിരുന്നു പദ്ധതി. പക്ഷേ അതിനിടയിലാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായിരിക്കുന്നത്. ക്രിസ്റ്റീന, പ്രജിത്ത്. നമ്മൾ നടന്ന് പടികൾ കയറി നമ്മൾ മുകളിലോട്ട് പോകുന്നുണ്ട്. അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അതിന്റെ കാഴ്ചയിലേക്ക് പോകുമ്പോൾ നമുക്കൊന്ന് സന്നിധാനത്തേക്ക് പോകണം. അതെ, 18-ാം പടി കയറുന്ന ഒരു ഓർമ്മ. ഭക്തർ 18-ാം പടി കയറുമ്പോൾ നമ്മൾ ഇവിടെ പടി കയറിക്കൊണ്ടാണ് ശബരിമല വാർത്തകളിലേക്ക് പോകുന്നത്. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. അപ്പോൾ ശബരിമലയിൽ തീർത്ഥാടന തിരക്ക് മാറ്റമില്ലാതെ തുടരുകയാണ്. 75,000 ഭക്തർ ഇന്നലെ ദർശനം നടത്തി എന്നതാണ് വാർത്ത. സ്പോട്ട് ബുക്കിംഗ് വഴി എത്തുന്ന ഭക്തരുടെ എണ്ണത്തിലും വർധനയുണ്ട്. സന്നിധാനത്ത് മഴയ്ക്ക് പൂർണ്ണ ശമനമുള്ളത് തീർത്ഥാടക തിരക്ക് ഇനിയും വർദ്ധിക്കാൻ ഒരുപക്ഷെ ഇടയാക്കിയേക്കാം. അതെ, ഭക്തർ പരമ്പരാഗത കാനനപാത വഴി കാൽനടയായി സഞ്ചരിക്കരുതെന്ന് നിയന്ത്രണം പിൻവലിച്ചിട്ടുണ്ട്. ഇന്നു മുതൽ തീർത്ഥാടകർക്ക് കാനനപാത വഴി സന്നിധാനത്തെത്താം. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരക്ക് കൂടാനാണ് ഇനിയുള്ള ദിവസങ്ങളിൽ സാധ്യത, അല്ലേ? അപ്പോൾ ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകളോട് നമുക്ക് നോക്കാം. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. യെസ്, അപ്പോൾ നമ്മൾ ഈ ചിറ്റലപ്പള്ളി സ്ക്വയറിലെ ഈ സ്വിമ്മിംഗ് പൂൾ ബിൽഡിങ്ങിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ പുറകിൽ നമുക്ക് ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് കാണാം. പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാൻ തോന്നുന്നു. ഒരു വലിയ ഏരിയയിൽ തന്നെയാണ് ഈ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതും ഒരു സിറ്റിയുടെ നടുക്കെന്ന് പറയാം, അല്ലെ? കാക്കനാട്. ഒരു ദിവസത്തേക്കൊക്കെ ഇവിടെ വരുന്നവർക്ക് പറ്റും. അതേപോലെ തന്നെ ഒരു ഓറഞ്ച് കാർഡ് സൗകര്യമുണ്ട്. 50% ഓഫ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ അത് ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും, അല്ലേ? അതെ. മാത്രമല്ല എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ കൊണ്ട് നമുക്ക് മൊത്തം കണ്ടു തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ കുറച്ച് ഏരിയയിൽ മാത്രമാണ് നമ്മൾ ഇന്ന് പ്രേക്ഷകരുമായി സംബന്ധിച്ചത്. നമ്മുടെ പത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് വാർത്തകൾ പത്രങ്ങളിലും ഉണ്ട്. ആദ്യ പേജ് വാർത്ത സാധാരണ ഈ ജാക്കറ്റ് ആഡ് വരുമ്പോൾ എന്തെങ്കിലും വാണിജ്യ പരസ്യമായിരിക്കും. പക്ഷെ ഇന്ന് പ്രേക്ഷകർ അറിയേണ്ട
ഒരു പരസ്യമാണ് ഭാരതീയ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. സൂക്ഷിക്കുക വ്യാജന്മാർ, പാഴ്സൽ തട്ടിപ്പുകൾ. സൈബർ കുറ്റവാളികൾ RBI, ബാങ്കുകൾ, സർക്കാർ ഏജൻസികൾ, മറ്റ് കൊറിയർ കമ്പനികളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരായി ചമഞ്ഞ് ഓഡിയോ വീഡിയോ കോളുകളിലൂടെ നിയമ നടപടി എന്ന വിധം നിങ്ങളെ ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ ഉടനടി പണം ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യപ്പെടുക. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക. ഇതിൽ ചെയ്യരുതാത്തവയുണ്ട്, ചെയ്യേണ്ടവയുണ്ട്. പ്രേക്ഷകർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ തട്ടിപ്പുകാർ കുടുക്കിയേക്കും. അതുകൊണ്ട് ഇത്തരം കോളുകളിലൊന്നും നിങ്ങൾ തലവെച്ച് കൊടുക്കരുത്. ഇത് പ്രത്യേകം വായിച്ചുകൊള്ളാം. യെസ്, അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത മാതൃഭൂമിയുടെ 1-ാം പേജിലുണ്ട്. അത് ഇതുമായി ചേർത്ത് വായിക്കാം. 4 നോമിനി എന്നൊരു തലക്കെട്ടിലാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. അതായത് ബാങ്കിംഗ് നിയമ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭ പാസ്സാക്കിയിരുന്നു. എന്താണ് അതിന്റെ പ്രത്യേകത എന്നല്ലേ? ബാങ്ക് അക്കൗണ്ട് ഉടമയ്ക്ക് 4 നോമിനികളെ വരെ വെക്കാനുള്ള വ്യവസ്ഥ ഉൾപ്പെടെ ബാങ്കിംഗ് നിയമ ഭേദഗതി ബില്ലാണ് ഇന്നലെ ലോക്സഭ പാസ്സാക്കിയത്. പ്രതിപക്ഷങ്ങൾ കൊണ്ടുവന്ന ഭേദഗതികളൊന്നും അംഗീകരിച്ചില്ല എന്നതും പ്രത്യേകതയാണ്. ഇനി രാജ്യസഭ കൂടി ഇത് പാസ്സാക്കി കഴിഞ്ഞാൽ അത് നിയമമായിട്ട് മാറുകയും ചെയ്യും. ചില വ്യവസ്ഥകളൊക്കെ തന്നെ ഈ 4-ാം നോമിനി എന്ന ആ ഒരു വ്യവസ്ഥ കണ്ടീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. നമ്മൾ വൈദ്യുതി നിരക്ക് കഴിഞ്ഞ ദിവസം കൂട്ടിയിരുന്നപ്പോൾ വൈദ്യുതി മന്ത്രി പറഞ്ഞിരുന്നു ഒരു രക്ഷയില്ലാത്തതോടുകൂടി. അപ്പോൾ കുഞ്ചുകുറുപ്പിന്റെ പ്രതികരണം അതിൽ വന്നിട്ടുണ്ട്. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുക എന്ന് മന്ത്രി കൃഷ്ണൻകുട്ടി. കുഞ്ചുകുറുപ്പ് പറയുകയാണ്, ഹൽവ മുറിക്കുന്നത് പോലെ കത്തി കയറ്റും, ചോര വരില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു വളരെ ഹാസ്യാത്മകമായുള്ള ഒരു സമീപനമാണ്. യെസ്, ഉൾപേജുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ മാതൃഭൂമിയിൽ ചില തൊഴിലവസരങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. സഹകരണ സംഘം ബാങ്കുകളിൽ അവസരമുണ്ട് കേട്ടോ. സംസ്ഥാനത്തെ വിവിധ സഹകരണ സംഘം ബാങ്കുകളിലേക്ക് ഒഴിവുള്ള തസ്തികകളിലേക്ക് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട്. 291 ഒഴിവുകളുണ്ട്. ഇതിൽ 264 ജൂനിയർ ക്ലർക്ക് തസ്തികയിലാണെന്നും കൂടെ മനസ്സിലാക്കുക. ഒരു സന്തോഷ വാർത്തയുണ്ട്. ക്രിസ്മസിന് മുൻപ് 2 മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കും. ചെറിയ തുകയാണെങ്കിലും ഒരുപാട് ജീവിതങ്ങളിൽ വെളിച്ചം വീശുന്നതാണ്. ക്രിസ്മസിന് മുൻപ് 2 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ സർക്കാർ 300 കോടി രൂപ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യത്തിൽ നിന്ന് കടമെടുക്കും. ഇതിനു പുറമെ 150 കോടി എന്നുള്ള റിസർവ് ബാങ്ക് വഴിയും കടമെടുത്തു. അപ്പോൾ എന്തായാലും ക്രിസ്മസിന് മുമ്പ് 2 മാസത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കും. ഇതാ നോക്കുക, മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ അത് ഈ കലാമണ്ഡലം വിഷയമാണ്. കലാമണ്ഡലത്തിലെ ആ തിരിച്ചുവിടൽ വാർത്തയുമായി ബന്ധപ്പെടുത്തിയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ തയ്യാറാക്കിയിരിക്കുന്നത്. അതിലൊക്കെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് വഴിയിൽ ഉപേക്ഷിക്കേണ്ടതല്ല കലാമണ്ഡല പൈതൃകം എന്നാണ്. ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണത്. കലാമണ്ഡലം സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടതില്ല എന്നത് ആരുടെയും വാദമല്ല. പക്ഷേ കേരളീയ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പ്രതീകമായി പ്രവർത്തിക്കുന്ന ഒരു മഹനീയ പ്രസ്ഥാനത്തെ ഭാഗ്യനിർഭാഗ്യങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുക എന്നാൽ അത് ഭരണകൂടത്തിന്റെ സാംസ്കാരിക നിരുത്തരവാദിത്വമാണ് എന്നാണ് മാതൃഭൂമി കുറ്റപ്പെടുത്തുന്നത്. പലരും ഷവർമ പ്രേമികളുണ്ട്. ഷവർമ പ്രേമികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇന്നലെ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷവർമയിൽ വേണം കൃത്യസമയവും തീയതിയും. ആഹാര സാധനങ്ങൾ തയ്യാറാക്കിയ തീയതിയും സമയവും പാക്കുകളിൽ രേഖപ്പെടുത്തുന്നത് കർശനമാക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഷവർമ വാങ്ങിക്കുമ്പോൾ അത് എപ്പോൾ തയ്യാറാക്കിയെന്ന് കൃത്യമായി നോക്കിയതിനു ശേഷം. വളരെ പെട്ടെന്ന് ഇൻഫെക്ഷൻ വരാവുന്ന, ഫുഡ് പോയിസൺ വരാവുന്ന ഒരു ഭക്ഷണസദ്യ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ദിനപത്രങ്ങളിലെ വാർത്തകൾ. നമുക്ക് നമ്മുടെ മോർണിംഗ് വാക്ക് അവസാനിപ്പിച്ച് ഇനി മോർണിംഗ് ഷോയിലേക്ക് പോകേണ്ട സമയമാണ്. ദാ കൊച്ചി സ്റ്റുഡിയോയിൽ ശ്രീകണ്ഠൻ നായർ തയ്യാറായി നിൽക്കുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് എസ്കേൻ ഫ്രം ചിറ്റിലപ്പള്ളി സ്ക്വയർ. ഗുഡ് മോർണിംഗ് ബ്രിജൻസി കണ്ണൻ, കൃഷ്ണ ചെറിയാൻ. നിങ്ങളുടെ മോർണിംഗ് ഒക്കെ സുഖകരമായിട്ട് കടന്നുപോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കുറച്ചു നേരം വിശ്വസിക്കാൻ നല്ല ഫസ്റ്റ് ക്ലാസ് ഒരു ചായയൊക്കെ വാങ്ങിച്ചു കഴിക്കുക. ചിറ്റിലപ്പള്ളി സ്ക്വയർ നമുക്ക് വളരെ വേണ്ടപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ അവിടെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കണ്ട, അവിടുന്ന് പുറത്തിറങ്ങിക്കോളൂ. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ